കടി 2 ചായ. 5 മുട്ട ബജി പാർസൽ. അപ്പോൾ അനേകം ഹോട്ടലുകൾ റെസ്റ്റോറൻ്റൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതാ 2 അടി മാത്രം വീതിയുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഒരു ഹോട്ടലെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ റെസ്റ്റോറൻ്റ് എന്ന് പറയാം, തട്ടുകട എന്ന് പറയാം. ഇത് കണ്ടോ, പാത്രം വയ്ക്കാനും ഒരാൾക്ക് നിൽക്കാനുള്ള വീതിയില്ല. ഇത് നമ്മളെ കൽപ്പറ്റ നഗരത്തിലാണ് കേട്ടോ. കൽപ്പറ്റ നഗരത്തിൽ ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപമായിട്ടാണ് ഈ കടയുള്ളത്. മുസ്തഫ എന്നാണ് ആളുടെ പേര്. മെസ് ഹൗസ് റോഡിൽ താമസിക്കുന്ന ആളാണ്. 1978 മുതൽ ഇവിടെ ഈ കട പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. മുമ്പ് വലിയൊരു തട്ടുകടയായിരുന്നു. പിന്നെ റോഡ് വികസനം വന്നതോട് കൂടിയിട്ട് തട്ടുകടയൊക്കെ പൊളിച്ചു മാറ്റി ഈ 2 അടി വീതിയിലുള്ള ഈ സ്ഥലത്ത് നിന്നാണ് പാചകം ചെയ്യുന്നതും ഒക്കെ. വടക്കൻസ് എന്നാണ് പേര്, വടക്കൻസ് കഫേ. ഒരുപക്ഷേ കൽപ്പറ്റ നഗരത്തിലെത്തുന്ന എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരു തവണയെങ്കിലും ഒരു ചായയും കടി ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടാവും. ഇതിങ്ങനെ ഫുട്പാത്തിലൊക്കെ ചാരി നിന്നും സംസാരിച്ചൊക്കെയാണ് ആളുകൾ ചായയും കടിയൊക്കെ കഴിച്ചു പോകുന്നത്. സൗഹൃദം പങ്കിടാനും വഴിയാത്രക്കാരുമായിട്ട് സൗഹൃദം പങ്കിടാനൊക്കെ അവസരം കിട്ടും. ഇതപ്പോൾ മുസ്തഫ ഖാൻ്റെ മോള് സഹായത്തിന് വന്നിട്ടുണ്ട്. ഓൺലൈനായിട്ട് +2 പഠിക്കുന്ന മോളാണിത്. അവളും സഹായത്തിന് വന്നേക്കാണ്. അപ്പോൾ ആളുകളിങ്ങനെ വരും. കുറേ പേര് പാർസൽ വാങ്ങും, കുറേ പേര് അവിടെ നിന്ന് കഴിക്കും. ഇരിക്കാൻ സ്ഥലമില്ല. ഒരു ചെറിയ ബെഞ്ച് സമീപത്തുണ്ട്. അത് റോഡരികിൽ ഫുട്പാത്തിലൊരു സ്ഥലത്ത് ഒരു ബെഞ്ച് ഇട്ടിട്ട് കുറച്ച് പേര് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ രസകരമാണ് കേട്ടോ. മുട്ട ബജിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. വേറെ പല കടികളും ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം പറയും. 78 ശേഷം തുടങ്ങി. പിന്നെ ശേഷം നാട്ടിൽ സെറ്റിലായി. ഞാൻ 90 വരെ സ്വന്തമായിട്ട്. അതിവിടെ തട്ടുകാരനായിരുന്നു. ഫുട്പാത്ത് വന്നപ്പോഴേക്ക് മാറ്റേണ്ടി വന്നു. അതിന് ശേഷമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒതുക്കിയത്. അത് നല്ല കച്ചവടമായിരുന്നു. അവിടെ ഇരിക്കാൻ സീറ്റൊക്കെ സൗകര്യമില്ലാത്ത ലേശം കച്ചവടം കുറവാണ്. കാരണം അഡ്ജസ്റ്റ് ചെയ്ത് പോകണേ ഉള്ളൂ. എന്നാലും ഒരു ശരാശരി ജീവിക്കാൻ ആവശ്യമായ കച്ചവടം കിട്ടുന്നുണ്ടോ? ജീവിതം കഴിഞ്ഞു പോകും. കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബം ജീവിക്കുകയാണ്. പരിഭവങ്ങളില്ല, പരാതികളില്ല, വലിയ ആഘോഷങ്ങളൊന്നുമില്ല. ഇത് ഇങ്ങനെ വരുന്നവർ ആ പരിമിതമായ സ്ഥലത്ത് നിന്ന് ചായ കടി കഴിച്ച് അവരുടെ മുഖത്തെ സന്തോഷമാണ് മുസ്തഫേൻ്റെയും കുടുംബത്തിൻ്റെയും സന്തോഷം. അതുകൊണ്ട് മുസ്തഫയ്ക്ക് പരിഭവങ്ങളൊന്നുമില്ല കേട്ടോ, പരാതിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ വലിയ സ്ഥലം വേണം ഒരു സംരംഭം തുടങ്ങാൻ എന്നൊക്കെ പറയുന്നവർക്ക്, ഒരു ഹോട്ടൽ തുടങ്ങാൻ കുറേ സ്ഥലം വേണമെന്നൊക്കെ പറയുന്നവർക്ക് കണ്ടു പഠിക്കേണ്ടതാണ് ഈ ഒരു മാതൃക. വടക്കൻസ് കഫേ മുസ്തഫാൻ്റെ. അതായത് ഇങ്ങനെ അളന്ന ഒരടി, രണ്ടാമത്തെ അടി ആയപ്പോഴത്തേക്കും കട കഴിയും. 2 അടി അളക്കാനേ നമുക്ക് പറ്റുള്ളൂ. ഇതുണ്ടോ, ഈ ഒരു പലഹാരപ്പെട്ടിയില്ലേ, ഈ പലഹാരപ്പെട്ടി ക്രോസ് വെച്ച് കഴിഞ്ഞാൽ കട അടയ്ക്കാം. അതാണ് ഇതിൻ്റെ വലുപ്പം.